ഹായ് എവരി വൺ, വെൽക്കം ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. ഇന്ന് നമുക്ക് വയനാടുള്ള എഞ്ചിനീയറിംഗ് കോളേജസിനെ നോക്കാം കേട്ടോ. നമ്മൾ കോളേജ് ഏതാണ് ചൂസ് ചെയ്യുന്നത്, ഏത് കോളേജ് ഡിസൈഡ് ചെയ്യണം എന്നുള്ള സീരീസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ വയനാടുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളെയാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ വയനാടുള്ള എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മാനന്തവാടി. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മാനന്തവാടിയാണ്. മാനന്തവാടിയുള്ള ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജാണ് വയനാട് ജില്ലയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് കേട്ടോ. അത് 1999 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, ലൊക്കേഷൻ 7.3 കിലോമീറ്റർ ഫ്രം മാനന്തവാടി ടൗൺ. ഓക്കെ, NBA അക്രഡിറ്റഡ് ആണ്, AICT KTU അഫിലിയേഷൻ ഉള്ള കോളേജാണ്. ഓക്കെ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജാണ്. ഓക്കെ, മാനന്തവാടി എഞ്ചിനീയറിംഗ് കോളേജിന്റെ ക്യാമ്പസ് ഫോട്ടോഗ്രാഫ്സുകളാണ്. ഓക്കെ, ഫുള്ള് മലയുടെ നടുവിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ്. ഓക്കെ, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സൈറ്റിലും ഗൂഗിൾ മാപ്സിലൊക്കെ എന്തുണ്ട്, കോളേജിന്റെ ഫോട്ടോസുകളുണ്ട്, ഒക്കെ നോക്കട്ടോ. അടുത്തത് അവിടെ ഏതൊക്കെ ബ്രാഞ്ച് ഉണ്ട്, എത്ര സീറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് അവിടെ 60 സീറ്റ് ഉണ്ട്. ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് അവിടെ 120 സീറ്റ് ഉണ്ട്. ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. ആൻഡ് സിവിൽ ആൻഡ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ് ഉണ്ട്. ഓക്കെ, സിവിൽ എഞ്ചിനീയറിംഗ് അല്ല, സിവിൽ ആൻഡ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സിവിലിന്റെ മറ്റൊരു ബ്രാഞ്ചാണ് സിവിൽ ആൻഡ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്. അതിനൊരു 30 സീറ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 330 സീറ്റ്സ് ആണ് എവിടെ ഉള്ളത്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മാനന്തവാടി, അതായത് വയനാട് എഞ്ചിനീയറിംഗ് കോളേജിലുള്ളത്. അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയർ കീമാണ്. NRI സീറ്റ്സും പറയുന്നുണ്ട്, പക്ഷെ കീമാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, അതില് സ്റ്റേറ്റ് മെറിറ്റ്സിന്റെ ലാസ്റ്റ് ഇയർത്തെ സ്റ്റേറ്റ് മെറിറ്റ്സ് കാണിക്കുന്നത് സിവിൽ ആൻഡ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിന് 23K ആ ലെവലിലാണ് വരുന്നത്. ബാക്കിയുള്ളതൊക്കെ എന്തിലാണ് പോയിട്ടുള്ളത്, സ്റ്റേറ്റ് മെറിറ്റ്സിലല്ല, കാറ്റഗറി റിസർവേഷൻ ഇതിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ റിസർവേഷൻ തന്നെ ഏറ്റവും കുറവുള്ള നമുക്ക് വേണം നോക്കാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് മുസ്ലിംസ് ഒക്കെ ആണെങ്കിൽ 6698 റാങ്കിലൊക്കെ പോയിട്ടുള്ളത്. യുവ 14,000 റാങ്ക് വരെ പോയിട്ടുണ്ട്. SC 45,000 റാങ്ക് വരെ പോയിട്ടുണ്ട്. EWS 20K വരെ പോയിട്ടുണ്ട്. അതായത് നല്ല റാങ്ക് ഉണ്ടെങ്കിലേ കോളേജ് കിട്ടുള്ളൂ എന്നർത്ഥം. കാരണം കമ്പ്യൂട്ടർ സയൻസ് കിട്ടണമെങ്കിൽ മുസ്ലിംസിന് പോയിട്ടുള്ളത് 6000 എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റ്സ് അതിനും താഴെ ആയിരിക്കും. ഓക്കെ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് യുവ 17,000, മുസ്ലിംസ് പോയിട്ടുള്ളത് 12,000 അടുത്ത്, 11,900 സംതിങ്. SC 61 ആൻഡ് EWS 40,000. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് യുവ 21, മുസ്ലിംസ് 14K ആൻഡ് SC 63K ആൻഡ് EWS 63K. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 27,000 ആണ് യുവ പോയിട്ടുള്ളത്. ആൻഡ് മുസ്ലിംസ് പോയിട്ടുള്ളത് 19K, 20K സംതിങ് ആൻഡ് 20K അടുത്ത്. SC 60, EWS 60K. അതായത് ഈ റേഞ്ചിലൊക്കെയാണ് ഏകദേശം വരുന്നത്. സ്റ്റേറ്റ് മെറിറ്റ്സ് ഇവിടെ ഇല്ല, അവിടെ കയറി എല്ലാവരും റിസർവേഷനിൽ കയറി പോയതുകൊണ്ടായിരിക്കും. ഓക്കെ, ഇനി ഫീസ് വളരെ കുറവായിരിക്കും. കാരണം ഗവൺമെന്റ് ഫീസാണ്. ട്യൂഷൻ ഫീസ് ഏകദേശം 8,500 മുതൽ ഒരു 10K ഒക്കെ ഇയർലി ഗവൺമെന്റ് ഫീസ് ഉണ്ടാവുള്ളൂ, മീൻസ് ട്യൂഷൻ ഫീസ് വരുള്ളൂ. പിന്നെ അല്ലറ ചില്ലറ ഫീസും കൂടി ഉണ്ടാവുള്ളൂ. പിന്നെ ഹോസ്റ്റൽ ഫീസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടി കയറാറുണ്ട്. പക്ഷെ ഏറ്റവും ലോ കോസ്റ്റിൽ പഠിക്കാൻ പറ്റുന്നത് പ്യുവർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഏറ്റവും ലോ കോസ്റ്റിൽ പഠിക്കാൻ പറ്റുക. പിന്നെ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ് ആകുമ്പോഴും ഫീസ് സെയിം ആയിരിക്കും ഗവൺമെന്റിന്റെ, പക്ഷെ ഹോസ്റ്റൽ ഫീസിൽ കുറച്ച് മാറ്റം കൂടുതലുണ്ടാവും. ഇവിടെ ഹോസ്റ്റൽ ഫീസ് വരെ എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി 25 ഏക്കർ ക്യാമ്പസ് ആണ് വരുന്നത്. 25 ഏക്കർ ക്യാമ്പസാണ് വരുന്നത്. സെൻട്രൽ ലൈബ്രറി ഉണ്ട്, സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട്, ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ററാക്ഷൻ സെൽ ഉണ്ട്, ആൻഡ് വെർച്വൽ ക്ലാസ് റൂംസ് ഉണ്ട്. ടെക്നോളജി ബിസിനസ് പ്രീ ഇൻക്യുബേഷൻ സെന്റർ ഉണ്ട്. ടെക്നോളജി ബിസിനസ് പ്രീ ഇൻക്യുബേഷൻ സെന്റേഴ്സ് ഉണ്ട്. സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റഡ് ആണ്. സ്റ്റാർട്ടപ്പ് ആയിട്ട് ഇൻക്യുബേറ്റ് ചെയ്തിട്ടുള്ള വാട്സ എനർജി, ബോർഡ്സ് എംബഡഡ് സൊല്യൂഷൻസ്, ബൂട്ടോപ്പ് ടെക് സൊല്യൂഷൻസ്, IoT ബേസ്ഡ് ഹൈഡ്രോഫോണിക് ഫാമിംഗ്, ഇത്തരത്തിലുള്ള സ്റ്റാർട്ടപ്സ് എന്താണ് അവിടുന്ന് ഇൻക്യുബേറ്റ് ചെയ്തതാണ്, അവിടുന്ന് ഉണ്ടായിട്ടുള്ള സ്റ്റാർട്ടപ്സുകളാണ്.
ലബോറട്ടറീസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ലാബ്സുകളുണ്ട്, മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബ്സ്, ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ ലാബ്സ്, സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ലാബ്, എല്ലാ ലാബ്സുകളും ഉണ്ട്. ആൻഡ് പ്ലേസ്മെന്റ് സമ്മറി, ഹയസ്റ്റ് സാലറി പോയിട്ടുള്ളത് 10 LP ആണ്, 10 ലക്ഷം പെർ ആനത്തിലാണ്. ഒരു വർഷം 10 ലക്ഷത്തിന്റെ ഇതിലാണ് ഏറ്റവും ഹയസ്റ്റ് സാലറി പോയിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഫ്രഷർ ആയിട്ട് പുറത്തിറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു വർഷം 10 LP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 83,000 ആ റേഞ്ചിൽ എന്തുണ്ടാവും സാലറി. അത് എല്ലാവർക്കും കിട്ടിയെന്നല്ല, ഹയസ്റ്റ് പോയതാണ്. ഒരു ആവറേജ് സാലറി 3 to 4.5 LP ആണ്. എന്ത് ആവറേജ് സാലറി 3 ലക്ഷം മുതൽ 4.5 ലക്ഷം രൂപ വരെയാണ് ആവറേജ് സാലറി പോയിട്ടുള്ളത്. ഓക്കെ, അവിടെ വന്നിട്ടുള്ള ടോപ്പ് റിക്രൂട്ടേഴ്സ് TCS വന്നിട്ടുണ്ട്, വിപ്രോ, ഇൻഫോസിസ്, ടെക് മഹീന്ദ്ര, ആക്സെഞ്ചർ, കോഗ്നിസന്റ്, സ്പൈഡർ, കാപ്ജിമിനി, ക്യൂബസ്റ്റ്, സൈബ്രോസിസ്, ഗൾഫസ്റ്റ, തിങ്ക്പാം, പിലാട്രോ, ASMO, റോബോസോഫ്റ്റ് ടെക്നോളജീസ്, കോഡ്നെസ്, കൾട്രോൺ, ട്രിനാമിക്സ്, കാൽക്കിടെക്. ഇതിൽ ചില കമ്പനികളൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ടാണ് എനിക്ക് വായിക്കാൻ പോലും പറ്റാത്തത്. പക്ഷെ നോർമലായിട്ട് വരുന്ന മെയിൻ കമ്പനികൾ ഒക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ടെക്നോളജി ബിസിനസ് പ്രീ ഇൻക്യുബേഷൻ സെന്റർ ഉണ്ട്, TBBIC, മെന്റേഴ്സ് സ്റ്റുഡൻസ് സ്റ്റാർട്ടപ്പ് ആൻഡ് ഓണ്ടർപ്രണേഴ്സ് വിത്ത് ആക്റ്റീവ് വെഞ്ചർ ഫോക്കസിംഗ് ഓൺ ടെക്നോളജി സൊല്യൂഷൻസ് ആൻഡ് സ്റ്റാർട്ടപ്പ് സക്സസ്. അവിടെ നിന്ന് സക്സസ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് വാട്സ എനർജി ആൻഡ് അലൂമിനസ് സ്റ്റാർട്ടപ്പ് അറ്റ് GC വയനാട്, ഫോക്കസ് ഓൺ patented and floating solar and solar roofing technology, funded by Kerala Startup Mission by കോളേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് ഏത് വാട്സ എനർജി. അവിടുത്തെ അലുമിനി സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. ഇന്നോവേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്റർ ആയി IEDs ഉണ്ട്, പ്രൊമോട്ട് ഇന്നോവേഷൻ ആൻഡ് ഓണ്ടർപ്രണർ സ്കിൽസ് അമോങ് സ്റ്റുഡൻസ്. ആൻഡ് അഡ്വാൻസ്ഡ് ലാബ്സ് ആൻഡ് പ്രൊജക്ട്സുകൾ നടക്കുന്നുണ്ട്. ഡെഡിക്കേറ്റഡ് ലാബ്സ് വിത്ത് 3D പ്രിന്റർ ഉണ്ട്, കോളേജിൽ 3D പ്രിന്റർ ഉണ്ട്. ആൻസിസ് ആൻഡ് സോളിഡ് വർക്ക് സോഫ്റ്റ്വെയർസ് ഫോർ പ്രൊജക്ട് സച്ച് ആസ് സോളാർ പവേർഡ് റോസ്റ്റേഴ്സ്, റോബോട്ടിക് ആംസുകൾ ഉണ്ട്, ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ്. ഇത്രയും സാധനങ്ങളുടെ പ്രൊജക്ട്സ് ആൻഡ് അതിന്റെ ലാബുകൾ ഉണ്ട്. ഓക്കെ, 3D പ്രിന്റർ അങ്ങനത്തെ, അതായത് നമ്മളൊരു പ്രൊജക്ട് ചെയ്യാൻ ആവശ്യമുള്ള നമുക്കുള്ള ഒരു ഐഡിയ വന്നു കഴിഞ്ഞാൽ അതിനുള്ള സജ്ജീകരണങ്ങൾ അവിടെ കോളേജിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഐഡിയ അവിടെ തന്നെ പ്രോട്ടോടൈപ്പും സാധനങ്ങളും നമുക്ക് എന്താ ചെയ്യാം, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, IEEE സ്റ്റുഡന്റ് ബ്രാഞ്ച് ഉണ്ട്. ഫോസ്റ്റർ ടെക്നിക്കൽ സ്കിൽ ത്രൂ ഇവന്റ് ലൈക്ക് നെബുല വിച്ച് ഫോക്കസ് ഓൺ ഇന്നോവേഷൻ ആൻഡ് നോളജ് ഷെയറിംഗ്. റിസർച്ച് ഫോക്കസ്, ആക്റ്റീവ് റിസർച്ച് ടേക്ക് പ്ലേസ് വിത്ത് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻക്ലൂഡിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. എക്സാമ്പിൾ റിന്യൂവബിൾ എനർജിയിലും റോബോട്ടിക്സിലൊക്കെ എന്ത് വരുന്നുണ്ട്, റിസർച്ച് വരുന്നുണ്ട്. ആൻഡ് കമ്പ്യൂട്ടർ സയൻസിലും എന്തുണ്ട്, റിസർച്ച് വരുന്നുണ്ട്. ഓക്കെ, അവിടുത്തെ ഫെസ്റ്റുകളുടെ കൾച്ചറൽ ഫെസ്റ്റുകളും അല്ലാത്ത ഫെസ്റ്റിന്റെ ഒക്കെ കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഫെസ്റ്റ് ഒക്കെ നടക്കാറുണ്ട്, ഫെസ്റ്റിന്റെ പേര് ഒരു മെൻഷൻ ചെയ്തിട്ടില്ല. സ്റ്റുഡൻസ് ലൈഫ് ആൻഡ് ക്ലബ്സുകൾ നോക്കാം. ക്ലോസ് സെല്ല്, ഓക്കെ, ആൻഡ് എക്സോർക്ക്, ഡ്രോൺ ക്ലബ്ബ്, നാച്ചുറൽ ക്ലബ്ബ്, ഡാൻസ് ക്ലബ്ബ്, ലിറ്ററസി ക്ലബ്ബ്, സൈക്ലിംഗ് ക്ലബ്ബ്, സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ്, ഭൂമിത്തര സേന ക്ലബ്ബ്. ഈ 3 ഇതെന്താണെന്നുള്ളത് നോക്കിയിട്ട് പറഞ്ഞുതരാം. IEEE ഉണ്ട്, ആൻഡ് ഇന്ത്യൻ സൊസൈറ്റി ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ ക്ലബ്ബ് ഉണ്ട്. അതുപോലെ തന്നെ നാഷണൽ സർവീസ് സ്കീമിന്റെ ക്ലബ്ബ് ഉണ്ട്. ഇത് ജിബോട്ട് എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബ് ഉണ്ട്. അതായത് ക്ലാസ്സിന്റെ മീൻസ് കോളേജിന്റെ ഉള്ളിൽ തന്നെ എക്സ്ട്രാ ക്ലബ്ബുകൾ ഉണ്ടാവും, പല മ്യൂസിക് ക്ലബ്ബുകൾ ഉണ്ടാവും, പല ക്ലബ്ബുകൾ ഉണ്ടാവും. അതായത് ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കും, അവർ അതിൽ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ. ഇപ്പൊ ഡാൻസ് ഇഷ്ടമുള്ളവരുണ്ടാവും, അവരങ്ങനെ പ്രാക്ടീസ് ചെയ്യും. അവരൊരു കുറച്ച് പേരുണ്ടാവും, ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ളവരുണ്ടാവും, അവർ കൂടിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടാവും. അതിങ്ങനെ ഒരു ക്ലബ്ബായിട്ട് തന്നെ ഉണ്ടാവും. അതായത് പുതിയ ആൾക്കാർ വന്ന് 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 പോയിക്കൊണ്ടിരിക്കും. 4 കൊല്ലം അവർ ആ ക്ലബിൽ ഉണ്ടാവും. അവരിങ്ങനെ പുതിയ ആൾക്കാർ വരുമ്പോ അങ്ങനെ അപ്പൊ ക്ലബ്ബോടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലാതെ ഒരു ഗ്യാങ്ങോ അല്ല അങ്ങനത്തെ ഇതായിരിക്കില്ല. അതാകുമ്പോ കോളേജ് കഴിഞ്ഞ് പോകുമ്പോ അത് തീർന്നു പോകുമല്ലോ. അങ്ങനല്ല, ഓരോ തവണ എന്ത് ചെയ്യും, പുതിയ ആൾക്കാർ എടുത്തുകൊണ്ടിരിക്കുന്ന പോലെ ക്ലബ്ബുകൾ ഉണ്ടാവും. ഓക്കെ, എക്സോർ ക്ലബ്ബ്, ഫ്ലോസ് സെല്ല് എന്താന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എഞ്ചിനീയറിംഗ് കോളേജിലുള്ള വയനാട് എഞ്ചിനീയറിംഗ് കോളേജിലും ഫ്ലോസ് ക്ലബിനെ പറ്റി പറഞ്ഞിട്ടുള്ള എന്താ നോക്കാം. Is the college by student have access to number of open source software.
ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകളും ആൻഡ് ഹാവ് ഓപ്പർച്യൂണിറ്റി ടു ക്യാരി ഔട്ട് പ്രൊജക്ട് ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൽ ചെയ്യുന്ന പ്രൊജക്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലബ്ബാണ്. ഇനി എക്സോർക്ക് എന്താ നോക്കാം. ഇതൊക്കെ ജസ്റ്റ് നെറ്റിൽ അടിച്ചാൽ മതി. എക്സോർ ക്ലബ്ബ്, ഇതല്ലാതെയും ക്ലബ്ബുകൾ അവിടെ എന്തുണ്ടാവും, പിന്നെ ചിലത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാവും. ഓക്കെ, GC വയനാട് വരുന്ന എക്സോർ ക്ലബ്ബ് എന്താന്ന് നോക്കാം. അതെന്താന്ന് കൊടുത്തിട്ടില്ല. ഓക്കെ, പ്രത്യേകിച്ച് എന്ത് കൊടുത്തിട്ടില്ല, വെബ്സൈറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, പിന്നെ അവിടുത്തെ റിവ്യൂ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ മിസ് നേച്ചർ. ഓക്കെ, 5 LPA ഒരുത്തൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. നേച്ചർ മെക്കാനിക്കൽ വൺ ഓഫ് ദ മോസ്റ്റ് സ്റ്റുഡൻറ് പ്ലേസ്ഡ് ലാസ്റ്റ് ഇയർ വിച്ച് ഹാസ് ഹൈയസ്റ്റ് പാക്കേജ് 12 LPA വരെ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത് റിവ്യൂ ആണ്. ഓക്കെ, മറ്റേ ഞാൻ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത ഡാറ്റ വെച്ചിട്ടാണ് 10 LPA എന്ന് പറഞ്ഞത്. We have 6 branches in the college. പക്ഷേ the social and political changes in the college are disturbing college life and studies എന്നും ഒരുത്തൻ എന്ത് ചെയ്തിട്ടുണ്ട്, റിവ്യൂ ചെയ്തിട്ടുണ്ട്. മീൻസ് കോളേജിൽ എന്തുണ്ട്, പൊളിറ്റിക്കൽ നേച്ചർ ഉണ്ട് എന്ന്. ഓക്കെ, ഓക്കെ, അപ്പൊ ഇത്രയാണ് വയനാട് എഞ്ചിനീയറിംഗ് കോളേജിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, വയനാട് എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിൽ തന്നെ ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ കീഴിൽ വരുന്ന ഫീസ് വളരെ കുറവായിട്ടുള്ള കോളേജുകളിൽ ഒന്നാണ്. ഓക്കെ, നമ്മൾ കോളേജുകൾ നമ്മളെ കീമിന്റെ റാങ്കിനനുസരിച്ചാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക. പക്ഷെ ഈ കീം റാങ്കിലുള്ളതിന് ഇതിനും ബെറ്ററായ കോളേജുകൾ വരാനുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇതിനനുസരിച്ചുള്ള കീം റാങ്ക് ഉണ്ടെങ്കിൽ ഈ കോളേജ് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. നമ്മൾ പറഞ്ഞല്ലോ, ഒരു ബിലോ 25ന്റെ താഴെയാണ് കീം റാങ്ക്. ഒരു 20K ഉള്ളിൽ ഉണ്ടെങ്കിൽ ഈ കോളേജിൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, സീറ്റ് കിട്ടുള്ളൂ. സിവിൽ ആൻഡ് എൻവയോൺമെന്റലിന് മാത്രമേ നമുക്ക് എന്തുള്ളൂ 23K വരുന്നുള്ളൂ. അല്ലാതെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതാ മുസ്ലിംസിന്റെ റാങ്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതിന്റെ ഉള്ളിൽ വരേണ്ടി വരും. ഏകദേശം ഒരു 7 to 7K മുതൽ 6.5K to 19K ഇതിന്റെ ഉള്ളിൽ റാങ്ക് ഉണ്ടെങ്കിലേ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മാനന്തവാടി, അതായത് വയനാട് എഞ്ചിനീയറിംഗ് കോളേജിൽ നമുക്ക് സീറ്റ്സ് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അടുത്തതിൽ നമുക്ക് വേറൊരു ഡിസ്ട്രിക്റ്റിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുമായിട്ട് വരാം കേട്ടോ. ഓക്കെ.